തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ കോഴിക്കോട് മുഖദാർ ഡിവിഷനിലെ കൗൺസിലർ TPM ജിഷാനും 44 നാട്ടുകാരും ചേർന്ന് എങ്ങോട്ടാണ് പോയതെന്ന് അറിയാമോ? വാഹനം വാടകയ്ക്കെടുത്ത് നേരിപ്പോയത് കോടതിയിലേക്കാണ്. മുഖദാറിലെ അട്ടിമറി വിജയത്തിന് പോലും കാരണമായ കേസിന്റെ നൂലാമാലകളിൽ നിന്ന് എന്ന് മോചിതരാകുമെന്ന ആശങ്കയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക്. സിനോജ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ്. കോഴിക്കോട് കോടതിയിലേക്കുള്ള ഈ യാത്ര ഒരു വിജയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള പ്രതിഷേധ യാത്ര കൂടിയാണ്. കാരണം കുറച്ച് വർഷം മുൻപ് കോഴിക്കോട് കോർപ്പറേഷൻ മുഖദാർ വാർഡിൽ കോതിയിൽ, അതായത് കല്ലായിപ്പുഴയോരത്ത് ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. വലിയ പ്രതിഷേധം ഇവിടെ ഉയർന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ സമരം ചെയ്തു. പോലീസ് ലാത്തി വീശി, നിരവധി കേസുകൾ പോലീസ് എടുത്തു. അത് കോടതിയിലെത്തി. ഏറ്റവും ഒടുവിൽ കോർപ്പറേഷന് ഈ പദ്ധതിയിൽ നിന്ന് ഇവിടുന്ന് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. പക്ഷേ കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാർ പലപ്പോഴായി കോടതിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് 44 പേരുടെ കേസാണ് കോടതി വിളിക്കുന്നത്. അങ്ങനെയാണ് വിജയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം ഇവിടുന്ന് വാഹനങ്ങൾ വിളിച്ച് കോഴിക്കോട് കോടതിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ ഒരു വാർഡ് കൂടിയാണ് ഇത്. TPM ജിഷനാണ്, യൂത്ത് ലീഗിന്റെ നേതാവാണ് ജയിച്ചത്. 3081 വോട്ടുകൾക്കാണ് ജയിച്ചത്. പ്രത്യേകിച്ച് ഈ സമരം നടന്നുകൊണ്ടല്ലേ ഇത്തരത്തിൽ വലിയൊരു വിജയം ഇവിടെ ഉണ്ടായത്? അതെ, സ്വാഭാവികമായും 2022 നവംബർ 22 ഏകദേശം ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. ഈ സ്ത്രീകളെ ഈ ഒരു ചതിക്കുയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ഭരണകൂടം അവരെ തീവ്രവാദികളാക്കി മാറ്റി. ആദ്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രകാരം ഇതൊരു ജനവാസ മേഖലയാണ്, ഇവിടെ നടത്താൻ സാധിക്കില്ല എന്ന് ഹൈക്കോടതി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് മാറ്റി അത് വെസ്റ്റിലേക്ക് മാറ്റിയിട്ട് പോലും ഈ ഭരണകൂടം ഈ കേസ് ഇവരിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായ അവസ്ഥ. ഇത് 44 പേരും ഒരു ആള് കേസിൽ ഹാജരായിട്ടില്ലെങ്കിൽ കേസ് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കും. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയിട്ട് ഈ സ്ത്രീകൾ വീണ്ടും കോടതിയിലെത്തണം. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ ഈ സ്ത്രീകളുടെ ഇടയിൽ വന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്. നമ്മളിപ്പോ 2 കൊല്ലം പോലെ ആയി കോടതി കയറി ഇറങ്ങുന്നു. വീട്ടിൽ ആരും ഇല്ലാതാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ വന്നത്. വീട് പൂട്ടിയിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കോടതി കയറുന്നതാക്കുന്നത്. അപ്പൊ അമ്മക്ക് എത്രയും പെട്ടെന്ന് ഈ കേസ് ഇല്ലാതാവണം. ഇത്രയും അടിയും കുത്തും പോലീസുകാരതൊക്കെ കൊണ്ട് ഇതാക്കി ഇന്നിപ്പോ രോഗിയായി, കാലുവേദന ഇതാക്കി പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് ഇതാക്കിയിട്ടും. ഗർഭിണിയായ ഒരു പെൺകുട്ടിയുണ്ട് ഇതില്. അപ്പോൾ ഓരൊക്കെ ഈ കേസിന് വരാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പറഞ്ഞത്, ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറഞ്ഞത്, നിങ്ങൾ നമ്മളോട് സഹകരിക്കണം, 100% ഞങ്ങൾ ഈ കേസ് പിൻവലിക്കാൻ വേണ്ട നടപടികൾ സംസ്ഥാന ഗവൺമെന്റുമായി ഇടപെട്ട് നടത്തുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷം അവർ ചെയ്തത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചടി നേരിട്ടപ്പോൾ അധിക സെക്ഷൻ കൂട്ടിക്കൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ആക്ടും കൂടി കൂട്ടിക്കൊണ്ട് സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റി കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തത്. ഏതായാലും കണ്ടൽക്കാട് ഉൾപ്പെടെ വെട്ടിത്തെളിച്ച് പ്ലാന്റ് വരാനായിരുന്നു നീക്കം നടത്തിയത്. വലിയ പ്രതിഷേധം ഉയർന്നത് ഇവിടെ മാത്രമല്ല, ആവിക്കൽ തോടിലും സമാനമായ രീതിയിൽ സമരങ്ങൾ നടന്നിരുന്നു. അവിടുത്തെ പദ്ധതിയും കോർപ്പറേഷൻ അവിടെ നിന്ന് മാറ്റേണ്ട സാഹചര്യം വരികയും ചെയ്തിരുന്നു. ഏതായാലും ഈ കേസും കാര്യങ്ങളുമായി ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മകേഷ് കുമാറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, സിനി റിപ്പോർട്ടർ. ഏതായാലും ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. മുഖദാർ ഡിവിഷനിലെ കൗൺസിലർ TPM ജിഷാനും 44 നാട്ടുകാരും, അതിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ ആ യാത്ര അത് കോടതിയിലേക്കായിരുന്നു. ഏതായാലും അവർക്ക് നീതി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.